നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ് അമ്മയുടെ? വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു സപ്പോർട്ടായിരുന്നു എൻ്റെ അച്ഛനായിരുന്നു ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നത് ഞാൻ സിനിമ ചെയ്യണം, സീരിയൽ ചെയ്യണം. ഫസ്റ്റ് സിനിമയിൽ വന്നപ്പോൾ തൊട്ട് എൻ്റെ അച്ഛൻ തന്നെ ആയിരുന്നു സീരിയൽ ലൊക്കേഷനായാലും സിനിമ ലൊക്കേഷനായാലും എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത്. ബിഗിനിങ് സമയത്തൊക്കെ ഫാമിലി മൊത്തമായിരുന്നു അവിടെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ടെൻഷനും ഒരു പേടിയൊക്കെ കാണും. നമുക്ക് അറിയാത്തൊരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ചെന്ന് കയറുമ്പോൾ എങ്ങനെയായിരിക്കും എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ ഫാമിലി മൊത്തം, പിന്നെ ഞാൻ ചെയ്ത ഒരു ഫസ്റ്റ് മൂവിയിൽ എൻ്റെ അനിയത്തിയും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയും അച്ഛനും അനിയത്തിയും ഒക്കെ ആയിട്ടായിരുന്നു ഫസ്റ്റ് മൂവിയിൽ ഞങ്ങൾ ആദ്യമായിട്ട് ലൊക്കേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലിയിലുള്ള സപ്പോർട്ട് എന്ന് വെച്ചാൽ നല്ല സപ്പോർട്ടാണ്. പിന്നെ അമ്മയ്ക്കൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ട്, ഒരു പെൺകുട്ടിയല്ലേ എന്നുള്ള ഒരു പേടിയുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും കൂട്ടായിട്ട് എൻ്റെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ റിട്ടയർഡ് ആയതിനു ശേഷം കൂടുതൽ എനിക്ക് ആക്റ്റീവ് ആകാൻ പറ്റി ഇൻഡസ്ട്രിയിൽ. അല്ലെങ്കിൽ ഞാനൊരു സിനിമ ചെയ്യും, ബ്രേക്ക് എടുക്കും, പിന്നെ സീരിയൽ അധികം അന്നത്തെ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സീരിയൽ ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹം വന്നു, ചെയ്തു തുടങ്ങി. കണ്ടിന്യൂസ് ആയിട്ട് ആക്റ്റീവായിട്ട് ഇപ്പോൾ ഒരു 5-6 വർഷം ആക്റ്റീവായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാർക്ക് എന്നെ അറിയാത്തത്. ഇപ്പോൾ കുറച്ച് പേര് എന്നെ അറിഞ്ഞു തുടങ്ങുന്നുണ്ട്. അതിലൊരുപാട് സന്തോഷം. ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ എല്ലാം ഏറ്റുവാങ്ങി. ഇപ്പോൾ മാംഗല്യം ഞാൻ കുറച്ച് നാൾ മാംഗല്യത്തിലുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് എനിക്ക് സപ്പോർട്ട് കിട്ടിയതിൻ്റെ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എവിടെ പോയാലും നമ്മളെ അറിയുന്ന ആൾക്കാർ വന്നിട്ട് അവരിൽ ഒരാളായിട്ട് നമ്മളെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. അപ്പോൾ അതിങ്ങനെ തന്നെ പോകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ അമ്മയുടെ കാര്യം പറഞ്ഞാൽ അമ്മയാണ് എല്ലാത്തിനും. ഇപ്പം ഈ ഡയറ്റിൻ്റെ സംഭവമായാലും എൻ്റെ കോമ്പറ്റീഷന് ഫസ്റ്റ് എനിക്ക് കിട്ടിയതായിരുന്നാലും എൻ്റെ എഫേർട്ട് മാത്രമല്ല, എൻ്റെ ഫാമിലി എൻ്റെ ബാക്കിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. പാവം എൻ്റെ അമ്മ കൃത്യസമയത്ത് അലാറം വെച്ചിട്ട് എല്ലാ ഫുഡും എനിക്ക് കറക്റ്റ് എൻ്റെ മുമ്പിൽ കൊണ്ട് എത്തിക്കുമായിരുന്നു ആ സമയം. കാരണം വർക്കും ഇതെല്ലാം കൂടി. ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ഇപ്പം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഞാൻ എൻ്റെ അമ്മയെ ബുദ്ധിമുട്ടിക്കാറില്ല. ഞാൻ തന്നെയാണ് സ്വന്തമായിട്ടൊക്കെ കുക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാലും അമ്മയ്ക്ക് വിഷമമാവും. അമ്മ വന്നിട്ട് എടാവാ ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു വരും. അമ്മ ഉള്ളപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ ആ കിട്ടുന്ന സമയത്ത് നമ്മൾ മാക്സിമം അത് അനുഭവിക്കുകയാണ് ഞാനിപ്പോൾ. ഇപ്പോൾ എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടപ്പോൾ അതിനുള്ള വേദന എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ഇല്ല എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത്. ഉണ്ടായിരുന്നപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ അച്ഛനമ്മമാർ കൂടെ ഉള്ളപ്പോൾ കൂടുതൽ അവരെ കെയർ ചെയ്യുക, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക. അതിൻ്റെ ഇടയിൽ വേറെ ആർക്കും ഒരു പ്രയോറിറ്റിയും കൊടുക്കാനും നമുക്ക് പാടില്ല. ആ പാരൻസിന് തന്നെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ആ സമയം. കാരണം നമ്മളിപ്പോൾ മാരേജ് കഴിഞ്ഞൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടേതായിട്ടുള്ള ലോകത്തിലേക്ക് പോകും. അവർക്ക് പിന്നെ ആരും ഇല്ല. നമ്മളുള്ള സമയത്ത് മാക്സിമം അവർക്ക് സന്തോഷം കൊടുക്കുക. പിന്നെ എൻ്റെ അച്ഛൻ്റെ കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനൊരു സമാധാനമുണ്ട് എനിക്കിപ്പോൾ. ഫ്യൂച്ചറിൽ പാർട്ട്ണർ വന്നു കഴിയുമ്പം സീരിയലിലേക്കൊന്നും അഭിനയിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞ് എന്തായിരിക്കും അർച്ചനയുടെ ഒരു റിയാക്ഷൻ? അങ്ങനെ പറയുന്ന ഒരു പാർട്ട്ണറെ ഞാൻ കല്യാണം കഴിക്കില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. അങ്ങനെ ഒരാളെ നമ്മൾ വിവാഹം കഴിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. പിന്നെ ഡിപ്പെൻസ് ആണ്. നമുക്കിപ്പം എന്നെ സംബന്ധിച്ച് നമ്മുടെ ഒരു പാർട്ട്ണറായിട്ട് വരുന്ന ഒരാളെ വിഷമിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ പുള്ളിക്കാരന് അത്രയ്ക്ക് ഞാൻ അങ്ങനെ പോകുമ്പോൾ ഹേർട്ടാവും എന്നുണ്ടെങ്കിലും ഞാനത് ചെയ്യില്ല. ഉറപ്പായിട്ടും ഞാനത് ചെയ്യില്ല. കാരണം എനിക്ക് എൻ്റെ പ്രയോറിറ്റി ഇമ്പോർട്ടൻസ് ഒക്കെ എനിക്ക് വരുന്ന എൻ്റെ ഫ്യൂച്ചറിൽ വരുന്ന എൻ്റെ ഹസ്ബൻഡ് തന്നെ ആയിരിക്കും. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. കാരണം എൻ്റെ പാരൻസും അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിവാഹം കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഇമ്പോർട്ടൻസ് നമ്മുടെ ഹസ്ബൻഡ് തന്നെയാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ആ പുള്ളിക്ക് കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് പ്രയോറിറ്റി മാറ്റി വെച്ച് എൻ്റെ കരിയർ എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. പിന്നെ ഇതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരാളായിരിക്കുമല്ലോ ഫ്യൂച്ചറിൽ എൻ്റെ ഒരു ഹസ്ബൻഡായിട്ട് വരുന്ന ഒരാൾ. അപ്പോൾ എല്ലാം അക്സെപ്റ്റ് ചെയ്ത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇല്ല ഇനി പുള്ളിക്ക് ഇത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ നോക്കും. അറിയില്ല, എല്ലാം ഡിപ്പെൻസ് ആണ്.